ലൈവിൽ രേണുസുതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഓരോ ക്യാമറയുടെ മുന്നിലും പോയി നിന്നിട്ട് ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിൽ വിളിക്കൂ, ബിഗ് ബോസ് എനിക്കിവിടെ പറ്റില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നെ ഒന്ന് വിളിക്കൂ, ഞാൻ മെൻ്റലി ഡൗൺ ആണ്, ഒന്ന് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ പുള്ളിക്കാരി. അവസാനം കേട്ട് സഹിക്കാൻ വയ്യാണ്ട് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. വിളിച്ചപ്പോൾ രേണുസുതി പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല, സുധിച്ചേട്ടൻ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ മക്കൾക്ക് കൂട്ടായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് മക്കളെ മിസ് ചെയ്യുന്നു, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ ആദ്യം പറയുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം മക്കളെ മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് കേട്ടോ. കിച്ചുമോനെയും അതുപോലെ തന്നെ ഋതപ്പനെയും മിസ് ചെയ്യുന്നു, കൂടെ സുധിച്ചേട്ടനെ മിസ് ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു കൂടുതലായിട്ടും വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഗെയിം കളിക്കാനായിട്ടല്ലേ വന്നത്, നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് നിന്നതല്ലേ, പിന്നെ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് വല്ലാണ്ട് മക്കളെ മിസ് ചെയ്യുന്നു, എൻ്റെ ഋതപ്പൻ, കിച്ചുമോൻ അവരെയൊക്കെ മിസ് ചെയ്യുന്നു അല്ല കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നതൊന്നും സാരമില്ല, നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കൂ, നമ്മൾ ഗെയിം കളിക്കാനല്ലേ വന്നത്, നല്ലപോലെ നിന്ന് കളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട്, ബിഗ് ബോസേ ഞാൻ ഇനി പഴയതുപോലെ നല്ല ആക്റ്റീവ് ആവാം, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കളിക്കാം, എനിക്കിതിൽ വിൻ ചെയ്യണം, ഞാൻ ഇനി നല്ല പോലെ തന്നെ കളിക്കുക, എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി ഞാൻ നല്ല പോലെ ആക്റ്റീവ് ആകും, ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്, ചിലപ്പോൾ മക്കളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ട് തന്നെ ആയിരിക്കാം കരയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി ഓക്കെയാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.